ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ ഇടുന്നത്. ബട്ട് ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു, പക്ഷേ ലോങ് ഫോർമാറ്റ് ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷം എന്തോ ആയെന്ന് തോന്നുന്നു. ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റോളർ കോസ്റ്റർ പോലെയാണ് ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ജോലി, ഫുഡ് കഴിക്കല്, വീട്ടിലെ കാര്യം, കുട്ടിയുടെ കാര്യം എല്ലാം കൂടെ ആയിട്ട് ഫുള്ളൊരു അവിയൽ പരിവാണ്. അപ്പം അതാണ് ബേസിക് തിങ്. വീഡിയോ ഒന്നും ചെയ്യാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമയമെന്ന് പറയുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഓർത്തു ഇനിയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമ്മൾ മടി പിടിച്ച് ലൈക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് അല്ലാതെ പോകും. അപ്പം ഇനി മുതൽ റെഗുലറായിട്ട് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേ ഞാനിപ്പോൾ ഒന്ന് ജസ്റ്റ് കുളി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. നമ്മൾ പുറത്ത് പോകാനായിട്ടൊന്ന് റെഡി ആവുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് വീട്ടിൽ കുറച്ച് റെനോവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ നല്ല പണിയാണ്. ഓൾറെഡി നല്ല പണിയാണ്, അതിൻ്റെ കൂടുതൽ ഇരട്ടിപ്പണിയാണ്. വീട്ടിൽ ഫുള്ള് ഓൾറെഡി നമ്മൾ താമസിക്കുന്ന വീട്ടിൽ റെനോവേഷൻ നടക്കുമ്പോൾ അറിയാലോ, ഫുള്ള് പൊടി, അഴുക്ക്, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളിൽ എല്ലാം ആകും. പിന്നെ ക്ലീനിങ് അത് ഇതൊക്കെ ആയിട്ട് മൊത്തം പ്രാന്താണ്. പിന്നെ വീട്ടിൽ നമ്മൾ പണി നടക്കുമ്പോൾ അറിയാലോ, നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ഫുൾ ബോഡി പെയിൻ, ടയേർഡ്നെസ്. ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയിട്ട് 1-2 ദിവസമായി. അപ്പം ഇന്ന് ഞാൻ കുറേ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചുമ്മാ കിടന്ന ക്ഷീണം കാരണം അങ്ങ് ഉറങ്ങിപ്പോയി. അത് ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. നന്നായിട്ട് ഉറങ്ങാൻ പറ്റി. അത് കഴിഞ്ഞ് കുളിയും കൂടെ കഴിഞ്ഞപ്പോൾ ഫുള്ള് സെറ്റ്. അപ്പം അതേ നമുക്ക് പുറത്ത് പോകാൻ റെഡിയാവും. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് പ്ലേസ് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഫുൾ വീട്ടിൽ തന്നെയാണ്, വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു. വല്ലപ്പോഴും പുറത്ത് പോയാൽ പോയി, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പം ഇതൊക്കെ കാട്ടിത്തരാം. ഇനി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ജെഫ്രിയ എന്നാണ്. ഞാനൊരു ന്യൂട്രീഷനിസ്റ്റാണ്. അത് കൂടാതെ തന്നെ ഒരു കുട്ടി ബഡ്ഡിങ് ലൈഫ് സ്റ്റൈൽ വ്ളോഗർ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എന്താണ്, കുറേ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി വീഡിയോയിലൂടെ വരുന്നത്. ഗാർഡനിങ് തിങ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗാർഡനൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ കാലമായില്ല. അപ്പോൾ അതൊക്കെ ഞാൻ കാട്ടിത്തരാം. അപ്പോൾ ഇങ്ങനെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ഇതാട്ടോ എൻ്റെ ആക്ച്വലി ലൈക്ക് വാനിറ്റി കം മേക്കപ്പ് എല്ലാം. അങ്ങനെയൊന്നുമില്ല. ഇവിടെയാണ് എൻ്റെ മേക്കപ്പ് സാധനങ്ങൾ. ഇവിടെ ഒരു 2 ഷെൽഫ്, വലിയ ഷെൽഫ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇങ്ങനെ ഒരു മിറർ ഉണ്ട്. ഇവിടെയാണ് ഇത് നമ്മുടെ ഡ്രസ്സിങ് സ്പേസ് ആണ്. ബട്ട് ഇത് അടിപൊളിയാണ്. എല്ലാം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ അടിപൊളിയാണ്. അപ്പം ഇതാട്ടോ എൻ്റെ ഇപ്പം റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായിട്ട് ഇപ്പോൾ ഇത് തന്നെയാണ്. ലോറിയലിൻ്റെ ക്രീമാണ്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ട്, പക്ഷെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കാം. ഭയങ്കര അടിപൊളി, ഭയങ്കര അടിപൊളി. നല്ല സ്മെല്ലാട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു ഇതുണ്ടോ, ഞാൻ ഒരെണ്ണം ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. അത്രയ്ക്ക് അടിപൊളിയാണ്. പിന്നെ അപ്പം അത് റെഡിയാകാം. ശരിക്കും പറഞ്ഞില്ലേ, ഈ കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം അതുകൊണ്ട് ശരിക്കും എന്ത് പറയണമെന്ന് അറിയത്തില്ല. അത് മാത്രമല്ല ശരിക്കും ഒരു ഫ്ലോ കുറവാണ്. അപ്പം നിങ്ങൾ അത് ക്ഷമിക്കാട്ടോ. ഇനി നമുക്ക് അടിപൊളിയാക്കാം. പിന്നെ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺ വോയിസ് വീഡിയോസ് എടുക്കാനാണ്. അതായിരുന്നു എൻ്റെ പണ്ടത്തെ മെയിൻ പ്രശ്നം. ലൈക്ക് നമ്മൾ വീഡിയോ എടുക്കും, പിന്നെ കുത്തിയിരുന്നിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യണം. അപ്പം അന്ന് എന്താ നടന്ന് പിന്നെ കുറെ കഴിഞ്ഞിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത്. അതൊക്കെ വൻ വിഷയമാണ്. അപ്പം അതുകൊണ്ട് പരമാവധി ഇനി ഓൺ വോയിസ് വീഡിയോസ് ഒക്കെ എടുക്കാനാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, നോക്കാം. നിങ്ങളുടെ സപ്പോർട്ട് അതാണ് മെയിൻ. അപ്പം ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുള്ളത് കാണാം. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു മേക്കപ്പ് സ്പേസ് ഉണ്ടായിരുന്നു. നമ്മൾ വീട് വെച്ച സമയം തൊട്ടിട്ട് ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്. പക്ഷേ ഇവിടെ ആക്ച്വലി ലൈറ്റ് കുറച്ച് സീനാണ്. അപ്പോൾ നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പം ശരിക്കും ഈ നാച്ചുറൽ ലൈറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ഈ നോർമൽ ലൈറ്റ് അതിൽ ശരിക്കും ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഈ വീട്ടിലെ ഈ വെട്ടമൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു എന്താ പറയുന്നത്, കറക്റ്റ് നമുക്ക് അറിയത്തില്ല. ചിലപ്പോൾ ഒരു പുട്ടിയിട്ട ഫീലായിരിക്കും ചിലപ്പോൾ വരുന്നത്. കറക്റ്റ് ചിലപ്പോൾ കൂടിപ്പോവും, ചിലപ്പോൾ കുറഞ്ഞു, അങ്ങനെയൊക്കെ പ്രശ്നം വരും. പക്ഷേ ഇപ്പം ഞാൻ എന്താ ഇങ്ങോട്ട് വീണ്ടും ഷിഫ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഐസോട്ടിനുണ്ടല്ലോ എൻ്റെ ബേബിക്ക്, അവന് ഇപ്പം നന്നായിട്ട് എന്താ പറയുന്നത്, എൻ്റെ ബെഡ്റൂമിലെ സ്പേസിലത്തെ ഇത് നന്നായിട്ട് കയ്യെത്തും. അപ്പോൾ എല്ലാ സാധനവും നന്നായിട്ട് വലിച്ചെടുത്ത് ഓരോ സാധനങ്ങളൊക്കെ കളയാൻ തുടങ്ങി. അതായത് നമ്മുടെ ലിപ്സ്റ്റിക്കൊക്കെ 3-4 പീസാക്കും, ഐലൈനർ കുപ്പി പൊട്ടിച്ച് ചെതറിക്കും, നെയിൽ പോളിഷൊക്കെ തകർക്കും. അപ്പോൾ ഞാൻ നോക്കിയിട്ട് സേഫ് സോൺ ഇതാണ്. ഇതാകുമ്പോൾ നമുക്ക്
അടച്ചിട്ടിടാം. പിന്നെ ഇവിടെയാണ് എൻ്റെ സ്പേസ് എന്നുള്ള ആരിപ്പോൾ ആൾ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷേ ഉടനെ തന്നെ കണ്ടുപിടിക്കും. അപ്പോൾ അതുവരെ തൽക്കാലത്തേക്ക് ഞാനെല്ലാം കൂടെ പിറക്കി ഇങ്ങോട്ടേക്ക് ആക്കിയിരിക്കുകയാണ്. കണ്ണെഴുതി, പക്ഷെ എനിക്ക് ഈ ഡ്രസ്സ് അത്ര സെറ്റായിട്ട് തോന്നുന്നില്ല. മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ മാലയില്ല. എന്ത് ചെയ്യാന്നറിയാം, എൻ്റെ 2ാമത്തെ മാലയാണ് ഇപ്പം ഐസ് ബേബി പൊട്ടിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഇനി മാല എന്തായാലും ഉടനെ ഒന്നും ശരിയാക്കുന്നില്ല. കാരണം ശരിയാക്കിയിട്ടാലും അവൻ വലിച്ചു പൊട്ടിക്കും. അവൻ എന്തോ കളിക്കുന്ന സാധനമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ എന്തെങ്കിലും ഫാൻസി മാലയിൽ നിന്ന് പുറത്തു പോകുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. ഫാൻസി മാലയും കൂടെ വാങ്ങിക്കണം. അപ്പം അതൊക്കെയാണ് വിശേഷം. പിന്നെ കുറച്ച് ഗ്രോസറി, വീട്ടിൽ കുറേ സാധനം കഴിഞ്ഞിരിക്കണം, അപ്പോൾ അത് നോക്കണം. പിന്നെ വൈകിട്ട് പോവുകയാണെങ്കിൽ കുറച്ച് തിരക്ക് കുറവുണ്ട്, സമാധാനമായിട്ട് പോകും. ഒരു ഡ്രൈവ് ഈവനിങ് അത് അടിപൊളിയാണ്. പറ്റുവാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുറത്തുനിന്നായിരിക്കും ഫുഡ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഫുഡ് വാങ്ങിച്ചിട്ട് വരും. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പം ഈ ഡ്രസ്സ് മാറ്റണം വേണ്ടോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. കുഴപ്പമില്ല, നോക്കട്ടെ. റെഡി ആയിട്ട് കണ്ണ് ഐബ്രോസും ലിപ്സ്റ്റിക് കൂടി ഇട്ടിട്ട് നോക്കാം. അപ്പം സെറ്റല്ലെങ്കിൽ മാറ്റാം. പിന്നെ അതൊക്കെ പോട്ടെ, നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം? എനിക്ക് കുറച്ച് റെഗുലറായിട്ട് നമ്മൾ പണ്ടൊക്കെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് റെഗുലർ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് എന്താ പറയുക, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. അതായത് ചെഫ് അഞ്ജുവിൻ്റെ ഫാമിലി മെമ്പേഴ്സ്. അതായത് എന്ത് വീഡിയോ ഇട്ടാലും അവർ കമൻറ്റ് ചെയ്യും, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. അപ്പം ഞാൻ അവരെയൊക്കെ പ്രതീക്ഷിക്കുന്നു. ഇപ്പം എനിക്കറിയില്ല അവരൊക്കെ എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്തോ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സിൻ്റെ സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സജഷനൊക്കെ പറയാം കേട്ടോ. പിന്നെ മെയിൻ വിശേഷം, നിങ്ങൾ ഷോർട്സിനകത്തൊക്കെ ഇപ്പോൾ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ എനിക്കറിയാം, നമ്മളിവിടെ വീട്ടിൽ നമ്മൾ എറണാകുളത്ത് നിന്ന് ഫുള്ളായിട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ബേസിക്കലി പറഞ്ഞാൽ ഇപ്പം ഒരു വർക്ക് ഫ്രം ഹോം കൈൻഡ് ഓഫ് തിങ് ആണ്. പിന്നെ നമ്മുടെ വീട് അതിവിടെ ആയതുകൊണ്ട് നമ്മൾ നിൽക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഫുൾ ഇവിടെ തന്നെയാണ്. അപ്പോൾ വീട്ടിൽ ഇരുന്നാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വീട്ടിലൊരു ഹോം സ്റ്റേ ഉണ്ട്. അതാണ് ഞാൻ പറയുന്ന കാര്യം. അടുത്ത ദിവസം ഞാൻ കാണിക്കും. ഇപ്പോൾ ഇരുട്ടായാലും ഇപ്പോൾ പറ്റുവാണെങ്കിൽ ഈവനിങ് വൈകിട്ടത്തെ ഇതൊക്കെ കാണിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞ പോലെ വാഗമൺ സൈഡോ അല്ലെങ്കിൽ തേക്കടി സൈഡോ രണ്ടിടത്ത് എക്സ്പ്ലോർ ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളിവിടെ ഉണ്ടോ, അത്യാവശ്യം അടിപൊളിയാണ്, ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി അത് ബഡ്ജറ്റ് റേറ്റിൽ സ്വസ്ഥമായിട്ട് സേഫായിട്ട് ഒരിടത്ത് പോകണം, അല്ലെങ്കിൽ സമാധാനമായിട്ട് പോകണം, അങ്ങനെ നോക്കിയിരിക്കുന്നവരാണ് ഇങ്ങോട്ട് പോരാ. ഞാൻ അതും കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ബുക്കിംഗ് സൈറ്റിലും ലൈക്ക് booking.com, എയർബിഎൻബി എല്ലാത്തിനും നമ്മുടെ ഹോം സ്റ്റേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വീട് കാണുന്നവർക്ക് പ്രോപ്പർട്ടി കാര്യമെല്ലാം മനസ്സിലാവും. ട്രിനിറ്റി വില്ല എന്നാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ പേര്. വെരി അഫോർഡബിൾ ആണ്, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫുഡ് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിലവിൽ നമുക്ക് 1 റൂമാണ്, ബട്ട് ലൈക്ക് വി ആർ എക്സ്പാൻഡിങ്. 2 റൂം ഫാമിലി ഗസ്റ്റിനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഈവൻ കപ്പിൾസ് അല്ലെങ്കിൽ സോളോ ട്രാവലേഴ്സ്. ബട്ട് നമ്മൾ ബാച്ചിലേഴ്സിന് ആക്ച്വലി കൊടുക്കുന്നില്ല. ബട്ട് നിങ്ങൾ വിചാരിക്കുക എന്താണെന്ന്. ബേസിക് തിങ്, വി ആർ സ്റ്റേയിങ് ഹിയർ, ലൈക്ക് നമ്മൾ ഫാമിലി ആയിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ബാച്ചിലേഴ്സൊക്കെ പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രിങ്കിങ്, സ്മോക്കിംഗ് ലൈക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ടായിരിക്കും. പക്ഷെ നമുക്ക് അത് നമ്മൾ പ്രോപ്പർട്ടിയിൽ അലോ ചെയ്യുന്നതായിരിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഫാമിലി ഗസ്റ്റ് വിത്ത് കിഡ് അത് അക്സെപ്റ്റബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പിൾസ്, സോളോ ട്രാവലേഴ്സിനെ എല്ലാവരും വെൽക്കം ചെയ്യാണ്. നിങ്ങൾ ഇങ്ങോട്ട് പോരെ. ഐറ്റിനറീസ് നമ്മൾ സെറ്റാക്കി തരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ ഇവിടുത്തെ കുട്ടി വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ വി ആർ എക്സ്പാൻഡിങ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് റെനോവേഷൻ പരിപാടിയായിരുന്നു നമ്മുടെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നല്ല പണിയായിരുന്നു. ശരിക്കും പണിയെടുക്കുക ഇൻ ദ സെൻസ് ലൈക്ക് നമ്മളും ഹെൽപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ വിചാരിക്കും ഞാനാണോ ഈ പണിയുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഒരു പണി നടക്കുമ്പം ആക്ച്വൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും കുളമാവും. ഇപ്പം നിലവിലുള്ള ആ ഒരു അവസ്ഥ താറുമാറാകും. നമ്മൾ താമസിക്കുന്ന വീട്ടിലാണ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതെന്നുണ്ടെങ്കിൽ മൊത്തം പൊടിയായിരിക്കും. അതായത് പിന്നെ വർക്കേഴ്സ് അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികളായിരുന്നു. അപ്പം അതൊക്കെയായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ കുറച്ച് കൂടിപ്പോയതുകൊണ്ട് നല്ല ബോഡി പെയിനാണ്. അതായത് നമ്മൾ മുറ്റത്ത് പഴയ വീഡിയോ ഒക്കെ കണ്ടവർക്കറിയാം, ഫുള്ള് പേൾ ഗ്രാസ് ആണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണി നടക്കുമ്പോൾ വർക്കേഴ്സൊക്കെ ലൈക്ക് റാണ്ടമായിട്ട് അവരുടെ സാധനങ്ങൾ, നമ്മൾ പണി സാധനങ്ങളെല്ലാം ആയിട്ട് ഈ പുല്ലിക്കൂടി ആയിരിക്കും നടക്കുന്നത്. അതിൻ്റെ കൊടുത്ത് ഇവിടെ മഴയും കൂടെയാണ്. അപ്പം നമ്മുടെ പുല്ലെല്ലാം നാശമായി.
പിന്നെ ഗസ്റ്റ് ഓൾറെഡി ബുക്കിംഗ് ഉണ്ട്. അപ്പം അതെല്ലാം കൂടെ അവർ വരുന്ന ഒരു ഏരിയ ഒരു ഇവിടെ ലോൺ മെയിൻറ്റെയിൻ ചെയ്ത് നന്നായിട്ട് പോകണം, അല്ലെങ്കിൽ അത് ഫുള്ള് പോകും. പേൾ ഗ്രാസ് വെച്ചിട്ടുള്ളവർക്കറിയാം, നമ്മൾ ഓവറായിട്ട് ചവിട്ടി ഒക്കെ നടന്നു കഴിഞ്ഞാൽ കോളമായിട്ട് കിട്ടും. അപ്പം അതും കുറച്ച് വിഷയമായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന മുടി എന്തെങ്കിലും ഇരിക്കുന്നത് ആക്ച്വൽ തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ശരിക്കും തല കുളിക്കണമെന്ന് ഓർത്ത് കുളിച്ചതല്ല. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് വെള്ളമൊക്കെ വീണ്, അതുകൊണ്ടാട്ടോ ഈ പശു നക്കിയതുപോലെ ഇരിക്കുക എന്ന് നമ്മളിതിന് പറയും. പശു മുടിയിൽ നക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അമ്മാതിരി കോലത്തിലാട്ടോ ഇരിക്കുന്നത്. എന്നാലും നമ്മൾ സെറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ലൈക്ക് ഒരു ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമാകും എന്ന് പറയും. അത് ശരിക്കും ഭയങ്കര നല്ല കാര്യമാണ് കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത്, ഇതൊരു ബ്രൗൺ ഷെയ്ഡാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ഷെയ്ഡ് 50 എന്ന് പറയുന്ന ഷെയ്ഡാണ്. അതായത് ബ്ലൂ ഹെവൻ്റെ ഒക്കെ ലിപ്സ്റ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഹൈഫൊന്നും ഇല്ലാത്ത ഒരു വെരി നോർമൽ. പക്ഷേ ഇത് ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ സ്കിൻ ടോൺ ഉണ്ടല്ലോ, ഒരു ബ്രൗൺ ഇന്ത്യൻ സ്കിൻ ടോണിന് എപ്പോഴും ഒരു ബ്രൗൺ ടച്ച് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു സ്കിൻ ടോണിന് അടിപൊളിയായിട്ടുള്ള ഇതാണ് കേട്ടോ. നല്ലൊരു ഒരു ബട്ടറി ടേസ്റ്റാണ്. ഞാൻ കഴിച്ചൊന്നുമില്ല കേട്ടോ, ആ ഇടുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അടിപൊളിയാണ്. പക്ഷെ സ്മഡ്ജ് പ്രൂഫൊന്നും അല്ല, കുഴപ്പമില്ല. അത്യാവശ്യം നിൽക്കുന്ന ലിപ്സ്റ്റിക്കാണ്. വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നില്ല ഡ്രസ്സൊക്കെ. ഇനി ഒരു വാച്ചും കിട്ടി, ബാഗും ഇട്ട് ഫോണും എടുത്ത് നമ്മൾ ഇറങ്ങും കേട്ടോ. അതെ വാച്ച് ഇത് കേട്ടാം. ഈ വാച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ സ്മാർട്ട് വാച്ചാണ്, ചാർജ് ചെയ്യാറേ ഇല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നെ പോലെ ഇതുപോലെ ചാർജ് ചെയ്യാത്ത സ്മാർട്ട് വാച്ച് റെഗുലറായിട്ട് കെട്ടിക്കൊണ്ട്, അതായത് പുറത്തു പോകുമ്പോൾ പെട്ടെന്ന് കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസ് ആണല്ലോ, അങ്ങനെ ഇട്ടുകൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ പറയണം ഇത് എൻ്റെ മാത്രം പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചില സംഭവങ്ങൾ നമുക്ക് ഡൗട്ട് വരും, ഇതെന്താ നമ്മളിങ്ങനെ. അപ്പോൾ അത് പറയാം. അപ്പോൾ അത് സെറ്റായി, കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഇറങ്ങാം. ഇതാട്ടോ നമ്മുടെ റൂം. ഇതുണ്ടോ ഇങ്ങനെ, ഇത് നമ്മൾ ബെഡിൽ ഇത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും മറ്റേ ബേബി പ്രൊട്ടക്ഷൻ ഇതാണ്. ചെറിയ കുട്ടികളുള്ളവർക്കറിയാം, അവർ രാത്രിയിൽ ഇങ്ങനെ ഉരുണ്ട് താഴെ വീഴാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ സാധനം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര സേഫാണ്. കുഞ്ഞു പിള്ളേരെ നമുക്ക് സമാധാനമായിട്ടൊരു 5 സെക്കൻഡെങ്കിലും 5 മിനിറ്റെങ്കിലും ആക്കിയിട്ട് എന്തെങ്കിലും പരിപാടിക്ക് പോകണമെങ്കിൽ ഇത് ഭയങ്കര അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഉറക്കിയൊക്കെ കിടത്താനായിട്ട് നല്ലതാണ്. കട്ടിലൊക്കെ കിടക്കുന്നത്, എൻ്റെ മോന് നമ്മുടെ മറ്റേ ക്രിബുണ്ട്, അതിൽ കിടക്കത്തില്ല. അപ്പോൾ ബെഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. പിന്നെ ഇതാട്ടോ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ആ സ്പേസ് ഇവിടെയാണ്. ഇത് ശരിക്കും ഒരു ഡ്രസ്സിങ് ആണ്, പക്ഷെ ഇത് ഞാനൊരു എന്താ പറയുന്ന ഒരു വാനിറ്റി യൂണിറ്റ് അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ സ്പേസ് ഉണ്ട്, ഫുള്ള് വൈറ്റ് തീമാണ്. ഇപ്പോൾ കുറച്ച് അലമ്പായിട്ട് കിടക്കണേ. ഇവിടെ ആയിരുന്നു ഞാൻ സാധാരണ നോർമലി എൻ്റെ മേക്കപ്പ് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. ഇപ്പോൾ ഇത് ഭയങ്കര മെസ്സാണ്, ഭയങ്കര മെസ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം. ശരിക്കും കുഞ്ഞു പിള്ളേരുള്ളവർക്ക് ലൈക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണായിരിക്കും. അതായത് നമ്മൾ ശരിക്കും ഭയങ്കര ഓർഗനൈസ്ഡായിട്ട് ജീവിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഭയങ്കര അടിപൊളിയായിട്ട്. അപ്പം അതിൻ്റെ പ്രശ്നമുണ്ട്. അതായത് നമുക്കൊന്നും സമയം കാണത്തില്ല, അതാണ്. സമയം 7:30. ഇത് നമ്മുടെ മറ്റേ ഓൺലൈൻ യോഗേൻ്റെ അലാമാണ്. അപ്പോൾ നമ്മൾ റെഡിയായി ഇറങ്ങി. ഇതാട്ടോ ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ പുറത്തെ ആംബിയൻസ്. ഞാൻ അടുത്ത ദിവസം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. പിന്നെ നമ്മളിത് ഹൈവേയിലേക്ക് കയറുവാണ്. വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് തിരക്ക് കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഗ്രോസറി വാങ്ങിക്കാനുണ്ട്, അതാണ് മെയിൻ. വീട്ടിലേക്കുള്ള സാധനങ്ങൾ നോർമലി നമ്മൾ ഒന്നെങ്കിൽ മൺഡേ ആണ് വാങ്ങിക്കുന്നത്, പക്ഷേ ഇപ്പോൾ തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് ഡിലേ ആയി സാധനമൊക്കെ വാങ്ങിക്കാൻ. അപ്പോൾ നമ്മൾ കടയിലെത്തി. ഇത് നമ്മുടെ കട്ടപ്പനയുള്ള ഹൈ ഫ്രഷ്, ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇവിടെ അത്യാവശ്യം എല്ലാ സാധനവും കിട്ടും. വെജിറ്റബിൾസ് കിട്ടും, ഗ്രോസറി എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ടും ഉണ്ട്, പക്ഷേ ഫുഡ് കോർട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അടയ്ക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു. ലേറ്റായി, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ലേറ്റായി. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ കയറിയപ്പോൾ കുറച്ച് പരിചയക്കാരെ കണ്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. ഇനി നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങിക്കണം. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ഈ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചില്ല, കാരണം അവിടെ നല്ല ഇല്ലായിരുന്നു. ഇതൊരു ഫ്രൂട്ട് ഷോപ്പാണ്. ഇവിടെ നമ്മൾ
സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിക്കുന്നത്. ഇവിടെ കുറേ വെറൈറ്റി ഉണ്ട്. ഞാനിവിടെ റംബൂട്ടാൻ നോക്കി നടക്കുമായിരുന്നു. ഈ വട്ടം എനിക്ക് തോന്നുന്നത് റംബൂട്ടാൻ കഴിച്ചതേ ഇല്ല. ഇവിടെ റംബൂട്ടാൻ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് വീണ്ടും വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 9 മണി 10 മണി എന്തോ ആയി. വീടെത്തിയിട്ട് വേണം നമുക്ക് പോയി ഐസു ബേബീനെ പിക്ക് ചെയ്യാനായിട്ട്. കാരണം ഐസു ബേബി അവിടെ അമ്മയുടെ അടുത്താണ്, എൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പോൾ ഐസു ബേബീനെ കൂട്ടണം. പിന്നെ അതേപോലെ തന്നെ ഫുഡ് കഴിക്കണം. ഇപ്പം തന്നെ വിശന്ന് കുടൽ കത്താൻ തുടങ്ങി. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്കപ്പം എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാതെ നമ്മൾ വീടെത്തിയിട്ടോ. ഇതാട്ടോ നമ്മുടെ എൻട്രൻസ്. അപ്പോൾ ഇതാട്ടോ ലൈക്ക് ലൈറ്റ് വീടിൻ്റെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളി വൈബാണ്. പിന്നെ അതേ ഫുഡൊക്കെ കഴിച്ച് ഐസ് ബേബിനെ പിക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ കാണാം.